എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാറിലേക്ക് സ്വാഗതം. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂൺ 2026 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂൺ 2026. ആദ്യം തന്നെ അവേക്കനിങ്, 7 of Acorns, Queen of Acorns, Star Energy, High Priestess, Moon Energy. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് അവേക്കനിങ് ആൻഡ് ഹൈ പ്രീസ്റ്റസ് സ്ട്രോങ് മെസ്സേജ് ആണ്. മൂൺ എനർജി, സ്റ്റാർ എനർജി, സ്ട്രോങ് മെസ്സേജ് ചൂണ്ടിക്കാണിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നുകിൽ നിങ്ങൾ നിങ്ങളുടെ നിയോഗം എന്താണെന്ന് കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു സമയമാണ്. കണ്ടെത്താൻ ശ്രമിക്കുന്ന എന്നുള്ളതല്ല, കണ്ടെത്തുന്ന ഒരു സമയമാണ്. എല്ലാവർക്കും ഒരുപോലെയല്ല എന്നുള്ളത് ആദ്യമേ തന്നെ പറയട്ടെ. പക്ഷേ സ്ട്രോങ് ആയിട്ടുള്ളൊരു ആത്മീയമായിട്ടുള്ളൊരു ഉണർവ്, ആത്മീയതയിലേക്കുള്ള നിങ്ങളുടെ ആ ഒരു സഞ്ചാരപാത സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ പലരും ഈ ഒരു മാസത്തിൽ പൊതുവെ വളരെ ശാന്ത സ്വഭാവത്തോട്, പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളുകളാണെങ്കിൽ പൊതുവേ ശാന്ത സ്വഭാവത്തോടു കൂടിയിട്ടും പൊതുവേ മറ്റുള്ളവരോട് ദേഷ്യപ്പെടാതെ കാമായിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. നിങ്ങൾക്ക് ദേഷ്യപ്പെടാനോ അല്ലെങ്കിൽ അനാവശ്യമായിട്ട് വഴക്കുകൾ, പ്രശ്നങ്ങൾ അങ്ങനെയുള്ള ഇതിലേക്കൊന്നും പോകാൻ ഉള്ളൊരു ഫീലിങ്ങേ വരുന്നുണ്ടാവില്ല. പിന്നെ പലരും ആത്മീയവും ദൈവികവുമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കാൻ, അത് ചടങ്ങ്, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, മാമൂലുകളിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ ചില ആളുകൾ നിങ്ങളിപ്പോൾ പാരമ്പര്യമായിട്ട് ചെയ്തോ, നിങ്ങളുടെ കുടുംബക്ഷേത്രങ്ങൾ കുടുംബപരമായിട്ട് ചെയ്യേണ്ടത്, ഇപ്പോൾ ക്രിസ്ത്യൻസ് ആണെങ്കിലും മുസ്ലിംസ് ആണെങ്കിലും ഹിന്ദുസ് ആണെങ്കിലും നിങ്ങളുടേതായിട്ടുള്ള ഇപ്പോൾ പള്ളികളിലാണെങ്കിലും ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലാണെങ്കിലും നിങ്ങളുടെ കുടുംബപരമായിട്ട് ചെയ്തു പോന്നിരുന്ന ചില കാര്യങ്ങൾ നിർത്തലാക്കിയിട്ടുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ഇടയ്ക്ക് നിന്ന് പോയതായിരിക്കാം. ആർക്കും സമയമില്ല, താല്പര്യമില്ല, പല കാരണങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നിങ്ങൾ പൊടി തട്ടിയെടുത്ത് ചെയ്യേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കും. നിങ്ങളുടെ ജീവിതത്തിലൊരു വളരെ ശാന്തതയും മനസ്സമാധാനവും സ്വസ്ഥതയും ലഭിക്കുന്ന ഒരു സമയമാണ് ഈ ഒരു മാസം. വളരെ സ്ട്രോങ് എനർജിയാണ്. ആദ്യം തന്നെ പറയട്ടെ, അവേക്കനിങ് ആൻഡ് ഹൈ പ്രീസ്റ്റസ് എനർജി സിറ്റുവേഷനാണ്. അപ്പോൾ ഈ ഒരു എനർജി സൂചിപ്പിക്കുന്നത്, ഇനിയിപ്പോൾ നിങ്ങളൊരു ചെറിയ കുട്ടിയാണെങ്കിലും ഒരു പരിധി വരെ, ഒരു 6 വയസ്സ് മുതൽ കുട്ടിയാണെങ്കിൽ പോലും പ്രായമായിട്ടുള്ള ആളുകൾ വരെ വളരെയധികം ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുക, ഫിലോസഫിക്കലായിട്ട് ദൈവികവും ആത്മീയവും കാര്യങ്ങളൊക്കെ വരുന്നൊരു സമയമാണ്. അതേപോലെ തന്നെ ചില ആളുകൾ നിങ്ങളുടെ പാസ്റ്റ് ലൈഫ്, നിങ്ങളുടെ ഈ ഒരു ജീവിതത്തിൽ തന്നെ പ്രായമായിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങളുടെ ബാല്യകാലത്തിൽ ഉണ്ടായിട്ടുള്ള ചില പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, ട്രോമ കാര്യങ്ങളൊക്കെ, അതിനെയൊക്കെ ആരോഗ്യപരമായിട്ട് നിങ്ങളെ ബാധിച്ചിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും പലരുടെയും ജീവിത സാഹചര്യങ്ങൾ പറയുമ്പോൾ ഇത് പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യർ മനസ്സ് വളരെ സങ്കീർണമായിട്ടുള്ള ഒന്നാണ് എന്ന് പറയുമ്പോൾ, മനസ്സിൽ നമ്മൾ ചെറുതിലെ ബാല്യത്തിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മളോട് മറ്റുള്ളവർ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ സബ് കോൺഷ്യസിൽ രജിസ്റ്റർ ആയിട്ടുണ്ട്. നമ്മൾ ഫ്യൂച്ചറിലേക്ക് പോകുമ്പോൾ ചില ആളുകൾക്ക് കോൺഫിഡൻസ് ഉണ്ടാവില്ല, ചില ആളുകൾ ചില രീതിയിൽ ചിന്തിക്കും, എല്ലാത്തിനോടും സംശയം ഉണ്ടാവും, ചില ആളുകൾ എപ്പോഴും സങ്കടമായിരിക്കും, എന്തൊക്കെ സംഭവിച്ചാലും സ്വയം സംശയം, ചില ആളുകൾക്ക് മറ്റുള്ളവരെ ആയിരിക്കും സംശയം. ഇതൊക്കെ അവരുടെ ബാല്യത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ സബ് കോൺഷ്യസിൽ രജിസ്റ്റർ ആയിരിക്കുന്നതാണ്. ട്രോമ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളവർ അതുപോലെയുള്ള റിലേഷൻഷിപ്പിലേക്ക് പോകാം, പല കാര്യങ്ങളും. അപ്പോൾ ഇതൊക്കെ ഹീൽ ചെയ്യാനും ഉള്ളൊരവസരമാണ്. ഇത് സ്ട്രോങ് മെസ്സേജാണ്. നിങ്ങൾക്ക് വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണ് ഈ സമയം. ഒന്നുകിൽ നിങ്ങൾക്ക് ട്രോമ കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഹീൽ ചെയ്യുക. ഇത്രയും നല്ലൊരു അവസരം അടുത്ത കാലത്തൊന്നും ഒരിക്കലും ജീവിതത്തിൽ വരാനില്ല, ഇതിനു മുമ്പ് വന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് ഹീലിങ്ങിൻ്റെ ടൈമാണ്. ഹീലിംഗ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഹീൽ ചെയ്യാൻ ശരിക്കും ഹീലിംഗ് അറിയുന്ന ആരെങ്കിലും കാണാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നിങ്ങളായിട്ട് മെഡിറ്റേഷനും ചെയ്യാം. അത് ഒത്തിരി നല്ല രീതിയിൽ അതിനെക്കുറിച്ച് അറിവുണ്ടായിരിക്കണം. ആവാതിരിക്കാം, കാരണം നിങ്ങൾ ചില കാര്യങ്ങൾ വിട്ടുപോയേക്കാം. അപ്പോൾ എന്തായാലും ഒരു ഇന്നർ ഡെവലപ്മെൻറ്റ്, ഒരു പുതിയ തുടക്കമാണ്. അപ്പോൾ ഇതിനു ശേഷം നിങ്ങളുടെ ലൈഫിൽ തന്നെ മൊത്തത്തിലൊരു മാറ്റം ഉണ്ടാകുന്നു. പുതിയൊരു വ്യക്തി, ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു പുതിയൊരു വ്യക്തിയിലേക്ക് നിങ്ങൾ കടക്കുന്നു എന്നുള്ള രീതിയിൽ പറയാവുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആദ്യം തന്നെ തുടങ്ങുമ്പോൾ തന്നെ, ഈ ഒരു മാസം തുടങ്ങുമ്പോൾ ഫസ്റ്റ് തുടക്കത്തിൽ തന്നെ ക്ഷേത്രത്തിലോ പള്ളിയിലോ ഒക്കെ പോകുന്നത് പ്രയോജനം ചെയ്യുന്ന ഒന്നാണ്. പിന്നെ
മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ജീവിതം ഒത്തിരി തിരക്കുള്ളതാണ്. നിങ്ങൾ ആ ഒരു സമയത്ത് യു ലൂസ് ടച്ച് വിത്ത് ഇൻറ്റ്യൂഷൻ. അപ്പോൾ അതിന് സമയം എടുക്കും, ഒന്ന് സ്ലോ ഡൗൺ ചെയ്യുക. ഈ ഒരു സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി തിരക്ക് കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിലും ഒന്ന് പതിയെ നിങ്ങൾക്കായിട്ട് ടൈം എടുക്കുക. ഒരു അരമണിക്കൂറെങ്കിൽ അരമണിക്കൂർ എല്ലാ ദിവസവും പറ്റുന്നുണ്ടെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുക. കാരണം പൊതുവേ ഞാൻ പറയാറ് എങ്ങനെയെങ്കിലും ആഴ്ചയിൽ ഇത്ര ദിവസം എന്നാൽ, പക്ഷേ ഇതെന്ന് വെച്ചാൽ ഈ ഒരു മാസം വളരെ പ്രാധാന്യമുള്ളതാണ്. ഓവറായിട്ട് ഇതിൽ പറയുന്നു എന്ന് ചിന്തിക്കാതിരിക്കുക. നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ബാല്യത്തിൽ നിങ്ങളുടെ മനസ്സിൽ കയറ്റി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തണമെങ്കിൽ ആ ഒരു സബ് കോൺഷ്യസ് മാറ്റണം. ഇംപേഷ്യൻസ്, ഇംബാലൻസ്, മിസ്ട്രസ്റ്റ്, ആളുകളോടുള്ള പല കാര്യങ്ങൾ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ 7 ഓഫ് ഈക്കോൺസ് ആൻഡ് സ്റ്റാർ എനർജിയാണ്. തീർച്ചയായിട്ടും ഹീലിങ്ങിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞിരുന്നു, കൂടുതൽ അതിലേക്ക് ഇനി വരുന്നില്ല. താല്പര്യമുള്ളവർക്ക് പേഴ്സണലായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. പൊതുവേ ഞാനിങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിൽ പറയാറില്ല. പക്ഷേ ഇത് വളരെ സ്ട്രോങ് മെസ്സേജ്, ഇങ്ങനൊരു സ്ട്രോങ് മെസ്സേജ് അടുത്തെങ്കിലും കണ്ടിട്ടില്ലാത്തതുകൊണ്ട് പറയുന്നു മാത്രം. പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കമാണ്. അപ്പോൾ ബിസിനസ്, കരിയർ, ഇതിലൊക്കെ മാറ്റം വരുത്താൻ, അതായത് ജീവിതം പുതിയൊരു ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സമയം കൂടിയിട്ടാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. ദൈവാനുഗ്രഹം വേണ്ടുള്ളൊരു സമയമാണ്. അതുകൊണ്ട് തന്നെയാണ് ദൈവികവും ആത്മീയമായിട്ടുള്ള കാര്യത്തിൽ നിങ്ങൾ മുന്നോട്ടേക്ക് പോയാൽ സാധ്യതകൾ ഏറി നിൽക്കുന്നത്. അപ്പോൾ കരിയറിൽ ജോലി സംബന്ധമായിട്ടുള്ള മാറ്റം, വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ മാറ്റം, പേഴ്സണൽ പ്രൊഫഷണൽ ലൈഫിൽ എല്ലാ അർത്ഥത്തിലും മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ ഇഷ്ട ദൈവത്തിൽ വിശ്വസിക്കാം. അതല്ല എങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുസ് ആണെങ്കിൽ ശിവക്ഷേത്രങ്ങൾ സന്ദർശിക്കാം തിങ്കളാഴ്ച ദിവസം, പ്രത്യേകിച്ച് ഈ മാസം തുടങ്ങുന്ന സമയത്ത്. പിന്നെ മലയാള മാസത്തിൻ്റെ പകുതിയിൽ മലയാള മാസം തുടക്കുന്നുണ്ടാവും. ആ സമയത്തും നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ശിവക്ഷേത്രം സന്ദർശിക്കാൻ മറക്കാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള അകാരണമായിട്ടുള്ള ഭയം, ധാര ശിവന് നൽകുന്നത് വളരെയധികം പ്രയോജനം ചെയ്യും. മൈൻഡ് കണക്റ്റഡ് ആയിട്ടുള്ള കാര്യമാണ്, മനസ്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ട് ഹീലിങ്ങിനും ധാര വളരെയധികം പ്രാധാന്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു സമയമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസ കാര്യത്തിൽ മുന്നോട്ടേക്ക് പോകുന്നത്, ഹനുമാൻ സ്വാമിയെ പ്രത്യേകം ഭജിക്കുന്നത് നല്ലതാണ് എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ 7 ഓഫ് ഏക്കോൺസ് ആൻഡ് മൂൺ എനർജിയാണ്. അപ്പം ഈ ഒരു എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലുള്ള അനാവശ്യമായിട്ടുള്ള സംശയങ്ങൾ, അതായത് ഇനി എന്ത് എങ്ങനെയാണെന്നുള്ളതിൽ മാറ്റം വരുത്തുന്നുണ്ട്. പ്രായമായിട്ടുള്ള ആളുകൾ, വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരു സൈലൻസ് ആണ് അടുത്തിടയ്ക്ക്, അതായത് ആരും സംസാരിക്കാനില്ല അല്ലെങ്കിൽ ഒരു ഒറ്റപ്പെടലുകളൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്ത് കടക്കാൻ പറ്റിയൊരു സമയം കൂടിയിട്ടാണ് ഇത്. നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നിഗൂഢത അല്ലെങ്കിൽ ഒരു ഡാർക്ക്നെസ്, ഒരു ഇരുട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്തെടുക്കാൻ പറ്റുന്ന ഒരു സമയമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. പേ അറ്റൻഷൻ, നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് അനാവശ്യ ചിന്തകൾ മാറ്റുകയും നിങ്ങൾക്ക് ഇനി ചെയ്യാനൊന്നുമില്ല ബാക്കി എന്നുള്ള ചിന്ത മാറ്റി എന്താണ് ഇനി നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം തരുന്ന കാര്യങ്ങൾ കണ്ടെത്തുന്നതും അത് പിന്നെ ഒരു പേഴ്സണൽ ലൈഫിൽ മാത്രമല്ല പ്രൊഫഷനായിട്ട് മാറ്റി പ്രൊഫഷണലി മുന്നോട്ടേക്ക് പോകാനുള്ള അവസരങ്ങളും നിങ്ങളെ തേടി വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നൊരു സമയം കൂടിയിട്ടാണ്. പിന്നെ പ്രഗ്നൻസി സിറ്റുവേഷൻ ചില ആളുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഒരു പുതിയൊരു ബർത്ത് ലിറ്ററലി കാണിക്കുന്ന ഒരു സമയം തന്നെയാണ്. ആ ഒരു പ്രഗ്നൻസി എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഒരു കുട്ടി ജനിക്കുന്ന, ഒരു പുതിയൊരു മെമ്പർ ജീവിതത്തിലേക്ക് വരുന്നു എന്ന് മാത്രമല്ല നിങ്ങളിൽ മൊത്തത്തിലൊരു മാറ്റം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നിങ്ങളും പുനർജനിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ലിറ്ററലി. ആ ഒരു മാറ്റം മറ്റുള്ളവർക്കും നിങ്ങൾക്കും സ്വയമേ കാണാൻ പറ്റുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് സൂചിപ്പിക്കുന്നത്. വളരെ പോസിറ്റീവ് എനർജിയാണ്. അതേപോലെ തന്നെ ക്യൂൻ ഓഫ് ഏക്കോൺസ് ആൻഡ് ഹൈ പ്രീസ്റ്റസ് എനർജിയാണ്. വളരെ ക്രിയേറ്റീവായിട്ടുള്ള, വളരെ ഡിറ്റർമിനേഷനോട് കൂടിയിട്ട് ജീവിതത്തിലേക്ക് മുന്നോട്ടേക്ക് പോവാം എന്നുള്ളതാണ്. നിങ്ങൾ പല കാര്യങ്ങളിലും സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആയിരിക്കും. മറ്റുള്ളവർ നാലാൾ അറിയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുന്ന ഒരു സമയമാണ്. സെൻറ്റർ ഓഫ് അട്രാക്ഷൻ നിങ്ങളായിരിക്കും. ഇപ്പോൾ നിങ്ങൾ ക്രിയേറ്റീവ് ആണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ, ചിത്രം രചനയായിക്കോട്ടെ, പാട്ടോ നൃത്തമോ മറ്റെന്തെങ്കിലും തരത്തിൽ ഡ്രാമ, മീഡിയ, അങ്ങനെ ഏതെങ്കിലും ഇതിൽ നിങ്ങളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കപ്പെടുകയും മറ്റുള്ളവരാൽ അപ്രിഷ്യേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ചില കാര്യങ്ങൾ അത് വീണ്ടെടുക്കുന്ന, നമ്മൾ പറയുന്ന നഷ്ടസ്വപ്നങ്ങൾ അത് സാക്ഷാത്കരിക്കാൻ വീണ്ടും അവസരം വരുന്നൊരു സമയമാണ്. നിങ്ങൾ എന്തൊക്കെയാണോ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിക്കുന്നത്, ഇനി തിരിച്ചു കിട്ടില്ല എന്ന് ചിന്തിച്ച കാര്യങ്ങൾ അത് തിരിച്ചു കിട്ടില്ലായിരിക്കും. പക്ഷെ അതിനേക്കാൾ മികച്ചത് അതുപോലെയുള്ള മറ്റൊന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാം. അപ്പോൾ നിങ്ങൾക്ക് അതിന് ശ്രമിക്കാൻ പറ്റിയൊരു സമയമാണ്. ബിസിനസ്സിൽ തകർച്ച ഉണ്ടായിട്ടുള്ള ആളുകൾ വീണ്ടും അതിന് വേണ്ടിയിട്ട് ശ്രമിക്കാൻ പറ്റിയ സമയമാണ്. ജോലി സംബന്ധമായിട്ട്, കാരണം ചില ആളുകൾ ചില നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അതൊരിക്കലും ജീവിതത്തിൽ മറക്കുന്നില്ല.
പക്ഷേ അത് ജീവിതം മുന്നോട്ടേക്ക് പോകണം, പല രീതിയിൽ ജീവിക്കാൻ രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്നു. പക്ഷേ ഈ ഒരു അത് അവിടെ തന്നെ മനസ്സിൽ കിടക്കുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വീണ്ടും പുനർസൃഷ്ടിക്കാൻ അതേ കാര്യം തന്നെ ആവുന്നില്ല, ഒരുപക്ഷെ വ്യത്യസ്തമായിട്ടുള്ള സിമിലർ ആയിട്ടുള്ള ഒരു കാര്യം. അത് നിങ്ങൾക്ക് മനസ്സിൽ തൃപ്തി തരുന്ന കാര്യങ്ങളാണ്. ജീവിതത്തിൽ വീണ്ടും നിങ്ങൾ ജീവിച്ചു തുടങ്ങുന്നു, പേരിന് ജീവിക്കുന്നു എന്നുള്ളതല്ല, ആ ഒരു രീതിയിൽ സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.